നമ്മൾ ഇതായി പോകും, മനസ്സിലായോ? നമ്മൾ പടുകുയിലേക്ക് പെട്ടുപോകും. നമുക്ക് ഓൾറെഡി സൈബർ ബുള്ളിങ്ങും ഇവിടുന്നൊക്കെ മൊത്തം ഇത് കിട്ടുന്നുണ്ട്. ഇവൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങിക്കൊണ്ട് നമ്മളെന്തോ ഈഗോ കാണിച്ചു, അല്ലെങ്കിൽ എന്തോ ഈഗോ കാണിച്ചെന്നൊക്കെ പറയുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, 13 വർഷമായിട്ട് എൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരുത്തനോട് ഞാൻ എന്തിനാണ് ഈഗോ കാണിക്കേണ്ട ആവശ്യം? അല്ലെങ്കിൽ എന്നെ വളർത്തിയ, അല്ലെങ്കിൽ എനിക്കൊരു ഇതുണ്ടാക്കി തന്ന ഒരാളോട് ഞാൻ ഈഗോ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് ഈഗോ അല്ല സംഭവം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പിന്നെ പേഴ്സണലായിട്ട് നമുക്ക് അവിടെ ഉണ്ടായ, നിങ്ങൾ ക്യാമറയിൽ കാണാത്ത ഒരു രൂപവും ഒരു സ്വഭാവവും അവനുണ്ട്. അത് നമ്മളവിടെ വീട്ടിൽ താമസിക്കുന്നവർക്ക് മാത്രമേ അറിയൂ. അതായത് അവിടെ 2 മെസ്സാണ് അവിടെ ഉണ്ടാവാറ്. അതായത് നമുക്ക് സാമ്പാറും അല്ലെങ്കിൽ രസവും ചോറും എന്തെങ്കിലും വറവോ അങ്ങനെ മുട്ട പൊരിച്ച അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. അവൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ചിക്കൻ ഫ്രൈ, പിന്നെ അവൻ്റേതായ ഒരു ഫുഡുകളുണ്ട്, ചിക്കൻ ഫ്രൈ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അവന് വേറെ തന്നെ ഒരു ഫുഡ്. അങ്ങനെ 2 മെസ്സാണ് അവിടെ നടക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ മമ്മൂ എന്ന് പറഞ്ഞ വ്യക്തിൻ്റെ വീട് ചോർന്ന് വിളിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2-2.5 വർഷമായിട്ട്. കഴിഞ്ഞ 2 മാസം മുമ്പ് പഞ്ചായത്താണ് ഇടപെട്ടിട്ട്, നിസ്സാര പൈസയാണ്, പഞ്ചായത്താണ് അത് മാറ്റി കൊടുത്തത്. അതുപോലും അവൻ ചെയ്തിട്ടില്ലായിരുന്നു. നിങ്ങൾ ആലോചിക്കണം, 2.5 വർഷമായിട്ട് കൂടെ നിൽക്കുന്ന മമ്മൂൻ്റെ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫോൺ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ഏകദേശം പിടികിട്ടും, മനസ്സിലായോ? പിന്നെ ജാസി എന്ന് പറഞ്ഞ ആൾക്ക് അവിടെ ഉണ്ടായ ബുള്ളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോൾ മമ്മൂനാണെങ്കിലും ഉണ്ട്. മമ്മൂനെ ഒരു ദിവസം മലപ്പുറത്ത് നമ്മൾ നിൽക്കുമ്പം ഒരു പരിപാടിക്ക് പോയ സമയത്ത് എന്തോ ഒരു പ്രമോഷൻ പരിപാടിക്ക് ഇതിനോട് ഇതാക്കാൻ പറഞ്ഞു. അപ്പം മമ്മൂ മൂടില്ലാന്നോ അങ്ങനെ പറഞ്ഞു. കാരണം സ്വാഭാവികമായിട്ട് അവൻ 2-2.5 വർഷമായിട്ട് കൂടെ നിൽക്കുന്നതെന്ന് ഓൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് ഓൻ പറയുന്ന എല്ലാ ഇതിനും തുള്ളുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ എന്നിട്ടും ഓന് എന്താ പറയുക, ഒരു 2 രൂപ ഓൻ്റെ കൈ കിട്ടാത്തതുകൊണ്ടുള്ള ഇതുകൊണ്ടായിരിക്കാം മോട്ടിവേഷൻ. ആരും അങ്ങനെ എന്താ പറയുക, 2-2.5 വർഷവും ഒരിക്കലും ഒരു കമ്പനിയിൽ ഇപ്പോൾ ശമ്പളം കിട്ടാതെ ആരും പണിയെടുക്കില്ല. അതുപോലെ തന്നെ അപ്പോൾ ഒരു ഡീമോട്ടിവേഷൻ വരും. അപ്പോൾ അതിൻ്റെ ഇതിൽ അവൻ പറഞ്ഞു പറ്റില്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നോ അങ്ങനെ എന്തോ ഒരു ഇതിൽ, അതും ഇങ്ങനെ തലയൊക്കെ ചൊറഞ്ഞോട്ട് ഇങ്ങനെ താഴേക്ക് നോക്കിയിട്ടാണ് പറയുന്നത്. അവനോട് നേരെ നിന്ന് നമ്മളാരും സംസാരിക്കാൻ നമുക്ക് പറ്റാറില്ല, അതിനുള്ളൊരു ഇത് ഉണ്ടാവാറില്ല. എനിക്ക് പിന്നെയും ഉണ്ടാവാറുണ്ട്, ബാക്കിയുള്ളവർക്ക് അത്രയും ഇത് ഉണ്ടാവാറില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ട് ഓൻ പറഞ്ഞപ്പോൾ ഇവനെന്ത് ചെയ്തു, നീ ഇരിക്കുമെന്ന് പറഞ്ഞു. ഓനെ കട്ടിലിരുത്തി. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഉണ്ട്. അപ്പോൾ ഇവൻ്റെ കാല് കൊണ്ട് എന്ത് ചെയ്തു, ഓൻ്റെ മുഖത്ത് ഇങ്ങനെ ചൂട്ടി ഒരു 5 മിനിറ്റോളം മുഖത്ത് ചൂട്ടിയിട്ട് എന്താടാ എനിക്ക് പറ്റാത്തതെന്ന് പറഞ്ഞിട്ട് തെറിയൊക്കെ വിളിച്ചുകൊണ്ട് കാലിങ്ങനെ ചൂട്ടി. അത് കണ്ട് എനിക്ക് മൊത്തത്തിൽ ബാഡായി. പിന്നെ ഞങ്ങൾക്ക് ഓൻ്റെ അടുത്ത് പറയാനുള്ള ഇതില്ല, കാരണം ഓൻ ഭയങ്കര ഹൈപ്പർ ഇതായിട്ട് ദേഷ്യം പിടിച്ചിങ്ങനെ നിൽക്കുക. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെയും ചിലപ്പോൾ ചവിട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് സ്വയം ഒരു പേടി ഉണ്ടാവുമല്ലോ. പിന്നെ നമ്മളവനെ കണ്ടതും ഈ പറഞ്ഞ പോലെ ഒരു ഇതായിട്ടാണ് നമ്മൾ കണ്ടത്. നമ്മളവനൊരു താഴ്ന്നൊരു ലെവലിലാണ് നമ്മളെ കാണുന്നത്. നമ്മൾ ശബ്ദം ഉയർത്തി അവനോടൊന്ന് ചോദിക്കുക ഇതാക്കാനും ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര പിന്നീട് ഓൻ നമ്മളെ ഇതാക്കും. അത് ലൈവിലും കുറേ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. അതായത് ഓൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ എന്തെങ്കിലും നമ്മൾ ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ലൈവിന് ശേഷം നമുക്ക് കുറേ ഇത് കിട്ടും. നമ്മളെ മെൻ്റലി ആണെങ്കിലും ഓൻ്റെ വായ കൊണ്ട് ഓൻ നമ്മളെ ഭയങ്കരമായിട്ട് തളർത്തും. പലതും പറഞ്ഞ് തെറിവിളിയിലൂടെയും ഇതുമെല്ലാമായിട്ട് നമ്മളെ തളർത്തും. അപ്പം അതുകൊണ്ട് ഓനോട് നമുക്കൊരു പേടി, ഒരു ഇതുണ്ട്. ബഹുമാനമില്ല, നമുക്ക് പേടിയുണ്ട്. പേടി മാത്രമേ ഉള്ളൂ. അങ്ങനെ മമ്മൂനെ ഈ പറഞ്ഞ പോലെ ചവിട്ടി ഞാൻ. അപ്പോൾ റാംബോ ആണ് ഇതിൻ്റെ മൊത്തം വീട്ടിലെ കാര്യങ്ങളും ഇവൻ പറയുന്നത്. അതായത് ഇവൻ തൊപ്പി പറയുന്നു ഇന്ന് ഇവർക്ക് ഫുഡ് കൊടുക്കണ്ട, അല്ലെങ്കിൽ ഇന്ന് ഇവർക്ക് ഇതില്ല, ഇന്ന് ഇവരിത് ചെയ്യണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാംബോ ആണ് നടപ്പിലാക്കുന്ന ആൾ. നടപ്പിലാക്കുന്ന ശ്വാസന ഇടുന്ന ആൾ തൊപ്പിയും, അത് നടപ്പിലാക്കുന്ന ആൾ റാംബോ ആണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ റാംബോ എന്ത് ചെയ്തു, സോറി ഞാൻ വീഡിയോ ആയിക്കൊണ്ട് റാംബോ ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ റാംബോനെ ഞാൻ മാറ്റി നിർത്തി ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. റാംബോ ഇത് പറ്റൂല, നമ്മളെ കൂടുതലുള്ള ഒരാളെ ഇവരിങ്ങനെ പറയുക ഇങ്ങനെ ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബാഡാണ്, ഇത് പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ റാംബോ പിന്നെ തൊപ്പീൻ്റെ അടുത്ത് പോയിട്ട് മെല്ലെ ഇതാക്കി അങ്ങനെ ഓനെ വിട്ടു. ഈ പറഞ്ഞ സീനടക്കെ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ ഗ്യാങ് ഹൗസിൽ നടന്ന കാര്യം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു 10% മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി ഒരു 90% ബാക്കിയുണ്ട്, മനസ്സിലായോ? ബാക്കി ഇതിലും ഡാർക്കറായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ അതൊന്നും എനിക്കിപ്പം പറയാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പം ഈ കാര്യങ്ങൾ നമുക്കൊന്ന് പറയണം തോന്നി. കാരണം നമുക്ക്
എന്തുകൊണ്ടിപ്പോൾ പറയുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. അവനിപ്പോൾ സിനിമയായി, നിങ്ങൾക്കൊന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ നിങ്ങളിപ്പോൾ വന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. നമ്മൾ അവിടുന്ന് ഇറങ്ങിയ മുതൽ ഈ പറഞ്ഞ പോലെ ഓനെ വിളിക്കും, ഓനെ കോൺടാക്ട് ചെയ്യും, ഓൻ്റെ മാനേജറോട് കാര്യങ്ങൾ പറയും, സോർട്ട് ചെയ്യാൻ നോക്കി എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഓന് അതിനോടൊന്നും അടുക്കുന്നില്ല, മനസ്സിലായോ? ഓൻ അതിനോടൊന്നും അടുക്കുന്നില്ല. അപ്പം നമ്മളെ ഇങ്ങോട്ട് ദ്രോഹിച്ച് നമ്മളോട് ഇങ്ങോട്ട് തെറ്റ് ചെയ്ത് നമ്മൾ എന്തോ തെറ്റ് ചെയ്ത പോലെയാണ് ഓൻ നമ്മളോട് പെരുമാറുന്നത്. അതിൻ്റെ ഇത് നമുക്ക് കിട്ടുന്നുമുണ്ട്. ലൈക്ക് ഞാനിപ്പോൾ കിക്കില സ്ട്രീം ചെയ്യുന്നത്, അവിടെയാണെങ്കിലും എല്ലാ സ്ഥലത്തും എനിക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവും ഇതും ഞാനെന്തോ തെറ്റ് ചെയ്തു, നമ്മളെന്തോ തെറ്റ് ചെയ്തു എന്നാണ് ആൾക്കാർ കണക്കാക്കുന്നത്. അത് ആൾക്കാരെ നമ്മൾ ഇത്രയും കണ്ട ആൾക്കാർ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഞാൻ മമ്മൂനെയും കൂടി വിളിക്കാം, ഓന് പറയാനുള്ള കാര്യങ്ങളും കൂടി ഒന്ന് കേൾക്കാം. മമ്മോ 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 ബാ, ചെയറെടുത്തില്ലേ? എൻ്റെ കാര്യങ്ങളൊക്കെ നിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബാക്കി നീ തന്നെ പറഞ്ഞോ. അപ്പോൾ ഗൈസ്, എൻ്റെ പേര് മമ്മു, എല്ലാവർക്കും അറിയാം, ചില അറിയാത്തവരുണ്ട്. ഞാൻ ഇതിപ്പോൾ പറയണമെന്ന് വെച്ചാൽ ഞാനിപ്പോൾ 2-2.5 കൊല്ലമായിട്ട് നിയാദിൻ്റെ കൂടെ ഉള്ളതാണ്. MRS ഗ്യാങ് എന്ന് പറയുന്ന ഗ്യാങ്ങിലുള്ളതാണ് ഞാൻ. അപ്പം അതിലാദ്യം കയറിയ വ്യക്തിയാണ് ഈ മമ്മു എന്ന് പറയുന്ന ആൾ. എന്നെക്കാട്ടി മുമ്പേ ഈ ഗ്യാങ്ങിലുണ്ടായ പേഴ്സണൽ ബന്ധം എനിക്ക് ഓനുമായിട്ട് അതിനെക്കാട്ടി മുമ്പേ ഉണ്ട്. പക്ഷേ ഈ ഗ്യാങ്ങിൽ ആദ്യം വന്ന ആള് മമ്മുവാണ്. ഇവൻ 13-14 വർഷത്തോളം അവൻ്റെ ഫ്രണ്ട്സ് എന്നുള്ള സ്ഥാനത്തിലുണ്ടോ. പക്ഷേ ഈ ഗ്യാങ് കയറിയിട്ട്, അതായത് ലൈവ് സ്ട്രീമിൽ കയറിയിട്ട് ഒരു 1.5 വർഷം അല്ലേ, ഇത്രയല്ലേ ആയിട്ടുള്ളൂ, 1.5 വർഷം. അപ്പം ഞാൻ മുമ്പേ ഉണ്ട്, ഞാൻ തുടക്കത്തിലേ ഞാൻ ഉണ്ട്. പക്ഷേ അതൊന്നും എക്സ്പോഷറോ നാലാൾ അറിയുന്ന രീതിയിലൊന്നും എത്തിയിട്ടില്ലായിരുന്നു. അതിപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ അടുത്താണ് അങ്ങനെ ഇതായത്. അല്ല, നിങ്ങൾക്ക് ചോദിക്കാം, ഓനല്ലേ നിങ്ങളെ ഇത്രയും വളർത്തിയത്, നിങ്ങളെ ഇത്രയും ഇതാക്കിയത്, എന്നിട്ട് എന്തുകൊണ്ട് ഇപ്പം ഇങ്ങനെ എതിരൊരു വീഡിയോ ഇടുന്നു എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. ഇത് ഞാൻ പറയട്ടെ, ഇതിൻ്റെയോ ഒന്നും കാര്യമല്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അനുഭവിച്ച പേഴ്സണൽ ബുള്ളിങ്ങും അവിടെ അനുഭവിച്ച അബ്യൂസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മൾ തുറന്ന് പറയണമെന്ന് തോന്നി. കാരണം ആൾക്കാർ ആരും ഇത് മനസ്സിലാക്കുന്നില്ല, ആർക്കും ഇത് അറിയില്ല. എല്ലാവരും ഓനൊരു നന്മ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് എല്ലാവരും നിൽക്കുന്നത്. പക്ഷേ ശരിക്കുള്ള രൂപവും ശരിക്കുള്ള സ്വഭാവവും നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അത് നിങ്ങളെ മണ്ടന്മാരാകാതിരിക്കാനും നിങ്ങൾക്ക് ഈ സത്യങ്ങൾ മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ഇപ്പം പറയുന്നത്. അതും ഇതാണ്. കാരണം നമ്മളെ ഈ അവസ്ഥയിലാക്കിയ ഒരാളെ നമ്മൾ ഈ പറഞ്ഞ പോലെ ആ സത്യങ്ങളെങ്കിലും നമ്മൾ തുറന്നു പറയണം. നമുക്കുണ്ടായ അനുഭവങ്ങളെങ്കിലും 4 പേരായിട്ട് പങ്കുവെക്കണം എന്നുള്ളൊരു ഇതിൻ്റെ പുറത്ത് മാത്രം ചെയ്യുന്ന വീഡിയോ ആണ്. പിന്നെ ഇത് ഈ കാര്യങ്ങളൊന്നും അറിയാതെ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും പറയാതെ എവിടെ വീഡിയോ എടുത്തിട്ടാലും നമ്മൾ കോപ്പിറൈറ്റും അതിൻ്റെ നിയമ കാര്യങ്ങളുമായിട്ട് മുമ്പോട്ടേക്ക് പോകും. നീ പറഞ്ഞ ബാക്കി. ഞാനിപ്പോൾ അവിടെ 2.5 വർഷത്തോളമായിട്ട് അവിടെ ജീവിക്കുന്നുണ്ട് വെച്ചാൽ നിങ്ങൾ കരുതുന്നുണ്ടാവും ഇവർ ഭയങ്കര ഹാപ്പി, ഇവർ നല്ല വൈബും, ഇവരെ ഗ്യാങ്ങിൽ എനിക്ക് എങ്ങനെയും കയറണം, ഇങ്ങനത്തെ കുറേ കമൻസും ഇങ്ങനത്തെ കുറേ റിക്വസ്റ്റുള്ള ചോദ്യങ്ങൾ എനക്കും എല്ലാവർക്കും വരുത്തുന്ന ഒരു കാര്യമാണ്. ബ്രോ ഒന്ന് നിങ്ങളെ ഗ്യാങ്ങിൽ കയറ്റോ, നിങ്ങളെ ഗ്യാങ് നല്ല വൈബാണ്, അടിപൊളിയാണ്, എനിക്കും കൂടി കയറിയിട്ട് അവിടെ സന്തോഷിക്കണം. ഇങ്ങനെയെല്ലാം കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്നെ വെച്ചോക്കാം എനിക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം 2.5 വർഷത്തോളമായിട്ട് അവിടെ എനിക്ക് ഒരു ഹാപ്പി എനിക്ക് ഉണ്ടായിട്ടില്ല. അത് ഷമീറിനോട് ചോദിച്ചാൽ അറിയാം, ജാസിനോട്, എല്ലാവരോടും ചോദിച്ചാൽ അഭിനയിക്കുന്നത്. കാരണം ഞാൻ പറയാം, അതിന്റെ ഇടയിൽ കട്ട് ചെയ്ത് നമ്മളെ അപ്പാട് തെറി വിളിക്കും. അതങ്ങനെയാണ്. കാരണം നമ്മളോട് അഭിനയിക്കാം. അതായത് ഞാൻ ശരിക്കും 2.5 കൊല്ലം നമ്മൾ അവനോട് പറയാം, ശരിക്കും നമ്മളവിടെ ഓൻ കാണുന്നത് ശരിക്കും അടിമയായിട്ടാണ് നമ്മളെ കാണുന്നത്. കാരണം ഇവൻ്റെ കയ്യിൽ ജോലി
ചെയ്യുന്ന ഒരു ആളായിട്ടാണ് അന്യം കാണുന്നത്, ഷമീറിനെയും കാണുന്നത്, ബാക്കിയുള്ള എല്ലാവരും കാണുന്നത്. അത് കുഴപ്പമില്ല ഗൈസ്, അത് കുഴപ്പമില്ല. കാരണം അവൻ കാരണമാണ് നമുക്ക് ഒരു 4 ആൾ അറിയുന്നത്. അപ്പോൾ ഓനങ്ങനെ കാണുന്നതുകൊണ്ട് അതിൽ വലിയ തെറ്റൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓനെ അങ്ങനെ കാണാം, ഓനങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടെങ്കിലും ഓനങ്ങനെ കാണാം, അതിൽ കുഴപ്പമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഓന് വേണ്ടി വർക്ക് ചെയ്യുന്ന നമുക്ക്, എൻ്റെ സിസ്റ്ററുടെ ഒരു കാര്യം വരുമ്പോൾ, അല്ലെങ്കിൽ ഇവൻ്റെ ഉമ്മാക്കൊരു കാര്യം വരുമ്പോൾ, ഇവൻ്റെ വീട് ചോർന്നൊലിക്കുമ്പോൾ 2 രൂപ തരണ്ടേ നമുക്കൊരു, മനസ്സിലായോ? നമുക്കൊരു 2 രൂപ തന്നാൽ ഈ പറഞ്ഞ പോലെ ഈ പറയുന്നതൊക്കെ നമുക്ക് കേട്ടോ സഹിച്ചോ കൊണ്ടോ നമുക്ക് നിൽക്കാം. ഈ പറഞ്ഞ എല്ലാ ബുള്ളിങ്ങും എല്ലാം നമുക്ക് സഹിക്കാം. പക്ഷേ ഒരു 2 രൂപ നമുക്ക് അവിടുന്ന് നമ്മൾ എടുക്കുന്ന പണിക്കോ, അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത് അവൻ്റെ ലൈഫിൽ പോയി പെർഫോം ചെയ്തതിനുള്ള റവന്യൂ പൈസയോ ഒന്നുമല്ല ഞാൻ ചോദിക്കുന്നത്. ഞാൻ ചെയ്തതിനുള്ള ഇതിൽ നിന്ന് 5000 രൂപയെങ്കിലും മാസം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇതേപോലെ വന്ന് പറയാൻ ഞാൻ നിൽക്കൂലായിരുന്നു, മനസ്സിലായോ? അത്രയും നമ്മൾ ഫിനാൻഷ്യലി നമുക്ക് 1 രൂപ പോലും തരാതെ നമ്മളെ കംപ്ലീറ്റ്ലി പറഞ്ഞാൽ നമ്മളെ യൂസ് ചെയ്തു. മമ്മൂനെയൊക്കെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്തു, എന്നെ പറ്റാവുന്നത്ര യൂസ് ചെയ്തു, നമ്മളൊക്കെ യൂസ് ചെയ്ത് അവൻ അതിലൂടെ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. എന്നാൽ അതിൻ്റെ ഒരു പങ്കെങ്കിലും നമുക്ക് തന്നുകൂടെ, അതെന്തുകൊണ്ട് തന്നില്ല എന്നുള്ള വിഷമാണ് നമുക്ക് ഏറ്റവും കൂടുതലുള്ളത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജീവിക്കാൻ പൈസ വേണം. നമ്മൾ എന്തൊക്കെ സ്നേഹബന്ധം പറഞ്ഞാലും, ഇത് അവൻ തന്നെ പറഞ്ഞ കാര്യം, എന്തൊക്കെ സ്നേഹബന്ധം പറഞ്ഞാലും എന്തൊക്കെ ഇത് പറഞ്ഞാലും ജീവിക്കാൻ പൈസ വേണം. അത് ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരാളാണ് ഓന്. എന്നിട്ട് ഓൻ എന്തുകൊണ്ട് നമ്മളോട് ഈ ചതി ചെയ്തു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 2 രൂപ വീട്ടിലേക്ക് അയക്കാനോ, അല്ലെങ്കിൽ പെങ്ങളെ ഒരു ആവശ്യത്തിന് വരുമ്പം തരാനോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇവൻ്റെ വീട് ഓട് പൊട്ടി ചോർന്ന് കിടക്കുമ്പോൾ ഇവൻ്റെ ഉമ്മ വേറെ ജോലിക്കൊക്കെ പോകുന്ന, വീട്ടു ജോലിക്കൊക്കെ പോകുന്ന. എന്നോട് ഇനിയിപ്പോൾ അയൽവാസികളും എന്തെങ്കിലും ഉമ്മാക്ക് ഇപ്പോൾ പൈസ കൊടുക്കില്ല. അത് കാരണം കൊടുത്തിട്ട് ഇപ്പോൾ കുറേ മാസമായി. കാരണം 2 മാസം മുമ്പേ ആയിട്ട് കുറേ ആയി അപ്പോൾ ഈ ആൾക്കാർ അയൽവാസികളോടെല്ലാം എൻ്റെ ഉമ്മ കടം ചോദിക്കുകയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോയിട്ട് 200 രൂപ ഇതാക്കി തരും. കാരണം ഉമ്മ തന്നെ എന്നോട് പറഞ്ഞ കാര്യമുണ്ട്. ഞാൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇവർ അയൽവാസി അവർ പറയും, എന്താ നിൻ്റെ മോന് അടയിലുള്ള എൻ്റെ മോൻ്റെ പൈസയുണ്ട്. അതായത് ആൾക്കാർ നമ്മളെ കാണുന്നതെന്ന് വെച്ചാൽ നമ്മൾ നിയാദ് വലിയൊരു കോടീശ്വരനാണ്. അപ്പോൾ ഇവരെ എയിമിലും കുറച്ച് പൈസയും എല്ലാം ഉണ്ട്, എല്ലാ സെറ്റപ്പുള്ള ആൾക്കാരാണെന്ന ആൾക്കാരുടെ മൈൻഡിലുള്ളത്. പക്ഷേ നമുക്കെല്ലാം അറിയാം നമ്മളെ പൈസയുണ്ടോ. കാരണം നമ്മൾ ശരിക്കും എൻ്റെ യഥാർത്ഥ പണിയെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഷഡ്ഡി അലക്കലാണ്. അതായത് റാംബോൻ്റെയും നിയാദിൻ്റെയും ഷഡ്ഡി അലക്കലാണ്. അതും ഒരു 3 ആഴ്ചക്കുള്ളിൽ അവൻ്റെ ഷഡ്ഡി അലക്കിയിട്ടില്ലെങ്കിൽ മൊത്തിക്ക് അടി പോകും. കാരണം അവിടെ അനുഭവിക്കുകയും ചെയ്യുന്നതാ. കാരണം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഞാൻ പറയുന്നത് വെച്ചാൽ അത് അനുഭവിക്കണം. കാരണം അനുഭവിച്ച ആൾക്കാരാണ് നമ്മൾ. ഓൻ്റെ ഷഡ്ഡി അലക്കലും, ഓൻ്റെ ഷൂ തുടക്കൽ, ഓൻ്റെ കാറുകളെല്ലാം ഒരു കുഴപ്പമില്ല. അതൊന്നും കാരണം നമ്മള് കൂടി സഞ്ചരിക്കുന്ന വണ്ടിയാണ്, ഉപകാരമുള്ള വണ്ടിയാണ്. പക്ഷേ ഇത് നമ്മളെ അങ്ങനെയാണ് കാണുന്നത്. ഓക്കെ അതെല്ലാം അനുഭവിക്കാം. ഷഡ്ഡി അലക്കാം, ഓൻ്റെ ഇത് പറയുന്നത് കേൾക്കാം, എല്ലാം കേൾക്കാം. എന്നാ പിന്നെ നമുക്കുള്ള എന്തെങ്കിലും ഓൻ സമ്പാദിച്ചതിൽ നിന്ന് നമ്മൾ കോമാളിത്തരം കാണിക്കുന്നുണ്ടല്ലോ. അതായത് ഷഡ്ഡിയിട്ട് തുള്ളുന്നുണ്ട്, മറ്റവൻ അങ്ങനെ ആക്കുന്നുണ്ട്, ജോളോ ചിപ്പ് ആടെ ഈടെ ഇതാക്കുന്നുണ്ട്. പക്ഷേ അതിന് നമ്മൾ ഇതാക്കുന്നതിൻ്റെ എന്തെങ്കിലും ചെറിയ മാസം ഒരു 5000 രൂപയെങ്കിലും തരാൻ മനസ്സ് എനിക്ക് കാണിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ അവൻ ഇതുവരെ 2.5 കൊല്ലമായിട്ട് ഇവന് അതുവരെ കാണിച്ചില്ല. പക്ഷെ അവൻ പൈസ അയക്കും. എൻ്റെ ഗൂഗിൾ പേയിലെല്ലാം നിങ്ങൾ ചോദിക്കുന്ന ഇത് കാണിച്ചു. പക്ഷെ അവൻ പൈസ അയക്കലുണ്ട് മക്കളെ. 10,000 രൂപ 5,000 രൂപ ലോൺ അയക്കും. എന്തിനു വേണ്ടിയിട്ട്? ഓൻ്റെ കാര്യങ്ങൾ, അതായത് ഇവിടെ അടക്കാൻ, എണ്ണ അടിക്കാൻ, ഓനക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങാൻ, ഓനക്ക് വേണ്ട അണ്ടിപ്പരിപ്പ് വാങ്ങാൻ, ഓനക്ക് വേണ്ട ഫുഡ് വാങ്ങാൻ എനിക്ക് 10,000 രൂപ അയച്ചാൽ 3 ദിവസം കൊണ്ട് തീരും ഓൻ്റെ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട്. അതിൽ നിന്ന് ഒരു 10 രൂപ 20 രൂപ നമ്മളൊരു ചായയും ഇതും തിന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ 30 രൂപേൻ്റെ മേലെ പോകരുതെന്നാണ് റാംബോൻ്റെ എല്ലാം അടുത്ത നിയമം. അപ്പോൾ അങ്ങനെ നിന്നിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്നാണ് ഞാൻ ആളെ ചോദിക്കുന്നത്. 2.5 വർഷത്തോളായിട്ട് അങ്ങനെയാണെങ്കിൽ എല്ലാവരും സഹിച്ചു നമ്മൾ അവിടെ നിന്നു. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ സിസ്റ്റർ ഒരു കാര്യം വന്നപ്പോൾ ഇതാക്കി മമ്മൂന്റെ ഈ പറഞ്ഞ പോലെ വീട് ഞാൻ എത്ര പറഞ്ഞ നിയാദിനോട് ഞാൻ പറഞ്ഞു, നിയാദ ഞാൻ എൻ്റെ വീടൊക്കെ കാണിക്കട്ടെ, കാരണം ആൾക്കാർക്കെല്ലാം കാണാൻ ഒരു ഇതുണ്ടാവും. കാരണം മമ്മൂൻ്റെ വീട് അതൊന്നും കാണിക്കണ്ട, കാരണം എൻ്റെ വില പോകുന്ന കേസാ. ഓൻ്റെ വില പോകുന്ന കേസാ പോലും എൻ്റെ വീടും എൻ്റെ. കാരണം ഞാൻ ഉമ്മ സത്തിട്ട് പറയാം, ഞാൻ ഇപ്പോഴും നാട്ടിൽ പോയാൽ ഞാൻ നിലത്ത് പായ വിരിച്ച് കിടക്കല്, അതായത് ആ ചോരുന്ന ആടെ നിലത്ത് പായ വിരിച്ച് കിടക്കല്. നിങ്ങൾക്ക് അത്രയും സംശയം, നിങ്ങൾക്ക് അത്രയും ഇതുണ്ടെങ്കിൽ ഞാൻ
ഉമ്മ സത്യത്തിൽ ഞാൻ പറയാം, ഞാൻ നാളെ തന്നെ ഞാൻ വണ്ടി കയറിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും. വീട്ടിൽ പോയിട്ട് വീഡിയോ കാര്യം എല്ലാം ഉമ്മ എന്തായാലും വീഡിയോയിൽ വരില്ല. കാരണം ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങൾ മൊത്തം എൻ്റെ ഉമ്മക്ക് പണ്ട് ഇഷ്ടമായിരുന്നു. ഞാൻ ഇവിടെയാണ് മറ്റേതാണ്. പക്ഷെ ഉമ്മക്ക് ഒറ്റ ഇഷ്ടമില്ലാത്ത കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനത്തെ ഓരോരോ അതിർന്ന